ബിഗ് ബോസിന്റെ ലൈവില് ജാൻമണി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വന്നിരിക്കുന്നു. അങ്ങനെ ജാൻമണി പറയുകയാണ്, ഞാൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 വന്നിരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട്, ഒരു നോൺ മലയാളി ആയിട്ടാണ് ഞാനിവിടെ ബിഗ് ബോസ് സീസൺ 6 എൻ്റർ ചെയ്യുന്നത്. എല്ലാ സീസണിലും തന്നെ ഒരുപാട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഒരുപാട് മത്സരാർത്ഥികൾ വരാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വന്നതല്ല, ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ട്രാൻസ്ജെൻഡേഴ്സ് എവിടെ ചെന്നാലും ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ അവഗണനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 വീട്ടിൽ വന്നു കഴിഞ്ഞ് എന്നോട് ഇവിടെയുള്ള ആരും തന്നെ യാതൊരു വിധത്തിലുള്ള വേർതിരിവും കാണിക്കാതെയാണ് എന്നോട് പെരുമാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണം കഴിഞ്ഞോ, എനിക്ക് കുട്ടികളുണ്ടോ എന്ന് വരെ ചോദിച്ചു. കാരണം ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള കാര്യം വരെ അവർ മറന്നുപോയി. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. എൻ്റെ കല്യാണം കഴിഞ്ഞോ, എൻ്റെ കുട്ടികളുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അത് തന്നെയാണ് ഈ ഒരു സീസണിൻ്റെ വിജയവും. എന്നോട് യാതൊരു വിധത്തിലുള്ള വേർതിരിവും ആരും എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. അത് ഈ ഒരു സീസണിൻ്റെ വലിയൊരു വിജയം തന്നെയാണ് എന്ന് ജാൻമണി ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു. ഇത് പറയാനാണ് ജാൻമണി ആ ഒരു മീറ്റിംഗ് വിളിച്ചു വരുത്തിയത്. സംഭവമൊക്കെ ശരി തന്നെയാണ്, അതിനോടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ ദേഷ്യം വരുമ്പോൾ ഈ ഉള്ള ഒരു ശാപവാക്കുകളും അങ്ങനത്തെ മോശമായ സംസാര രീതി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ജാൻമണി ഒരു നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.